ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം. അതായത് സോളിൻ്റെ ആ ഒരു ജൈത്രയാത്ര അല്ലെങ്കിൽ അവേക്കനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ സ്പിരിച്വലി ഒക്കെ കണക്ട് ചെയ്യുന്ന ഏതൊരു വ്യക്തിയിലും ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ കടന്നുപോയി അതിൽ നിന്ന് ഒരുപാട് മാറി അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ആ ഒരു ജേണി ഒരുവിധം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല മോട്ടിവേഷനും നല്ല സജഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മനുഷ്യൻ്റെ ഒരു വിജയങ്ങളിലേക്കൊന്ന് എത്തിച്ചേരാതെ നമ്മളെ എപ്പോഴും പിടിച്ചു താഴ്ക്കുന്ന ഒന്നാണ് നമ്മുടെ മാനസിക തലം അല്ലെങ്കിൽ ചിന്താതലം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും കുറച്ചുകൂടി നമുക്കൊരു അപ്ഗ്രഡേഷനൊക്കെ കിട്ടി ആ ഒരു സോൾ ലെവലിലേക്കൊക്കെ ഒന്ന് ഉയരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ സോളിൻ്റെ ആ ഒരു ലെവലൊക്കെ ഒന്ന് പൊട്ടി അതിനകത്തൂടെയൊക്കെ വെളിച്ചം പുറത്തേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുമുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നതാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഇന്നർ നോയിങ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ അത് ഏറെക്കുറെ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കുക, നിങ്ങളുടെ ആ ഒരു പഴയ രീതി ഒരു ഓൾഡ് വെർഷനിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ചുറ്റിനും നിൽക്കുന്ന ആളുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്കൊന്ന് മാറാൻ ശ്രമിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മാറാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ആ ഒരു ജേണി ഏറെക്കുറെ തീർന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ആദ്യത്തെ സൂചന. അതായത് സാധാരണ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഇൻറ്റിമേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ആരായിട്ട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതെൻ്റെ ഇന്നയാളാണ്, അച്ഛനാണ്, അല്ലെങ്കിൽ ഭർത്താവാണ്, അല്ലെങ്കിൽ പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ചേച്ചി, ചേട്ടൻ, അങ്ങനത്തെ ആ ഒരു അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഡെത്ത് ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അതിന് നമുക്കൊരു ഷിഫ്റ്റിംഗ് ഉണ്ടായിട്ട് നമ്മുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് അതിനെ നോക്കിക്കാണാനായിട്ട് സാധിക്കും. ആര് നമ്മുടെ മുന്നിൽ വന്നാലും അത് ബന്ധങ്ങളുടെ പേരിൽ നമ്മളുടെ ഒരു ലൈഫ് ടൈമിൽ കർമ്മബന്ധം അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ ഒരു ചെയിൻ വൈസ് നമുക്ക് ആ ഒരു സോൾ ലെവലിൽ കണക്ട് ചെയ്ത് ആളുകൾ നമ്മുടെ മുന്നിൽ വരുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് ഓരോരുത്തരും വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ എന്താണ് അവിടെ ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ വ്യൂസ് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു പീപ്പിൾ പ്ലീസർ ആവാതെ നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പവർഫുൾനെസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിൽ നമുക്ക് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ സാധിക്കുമ്പോൾ ആ ഒരു ഇൻറ്റിമസി എന്ന് പറയുന്ന ഒന്നിൽ നിന്ന് നമുക്ക് ആ ഒരു പേഴ്സണൽ ലെവൽ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു പഴയ വെർഷൻ മാറി ഒരു വലിയ ട്രാൻസ്ഫോർമേഷനൊക്കെ വന്ന് നമുക്ക് ആ ഒരു രീതിയിൽ ജീവിതത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ ചുറ്റിനുമുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഫോഴ്സ് എന്താണ്, ഡിവൈൻ പവേഴ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ പല രീതിയിലും ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെ അറിയുക. അപ്പോൾ അറിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയോസിറ്റി, അങ്ങനെ നമ്മൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെയൊക്കെ സ്പീച്ചുകൾ കേൾക്കുക, യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചശക്തിയുമായിട്ട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ, അങ്ങനത്തെ ഒപ്പോനോപ്പോനോ, അങ്ങനത്തെ ലോ ഓഫ് അട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്ക് പ്രപഞ്ചശക്തി എന്താണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളുടെ ഒരു സറണ്ടറിങ് മോഡ്, അതായത് ഞാനെന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്ന് പറയുന്ന 3 ഘടകങ്ങളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ നിർമ്മിതമായ ഈ ഒരു
ഞാൻ എന്ന പേരിട്ട് വിളിക്കുന്ന ഇത് ഒന്നുമല്ല, വെറും ഒരു വട്ടപൂജ്യമാണ് എന്നുള്ളൊരു തലത്തിൽ നമ്മളെ ഒരു പോയിന്റ് ഓഫ് എനർജി ആയിട്ട് പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിൽ നമ്മളെ ഇങ്ങനെ അർപ്പിക്കുമ്പോൾ ഞാൻ എന്താണെന്നോ, ഞാൻ ഭൂമിയിൽ എന്തിനാണ് വന്നതെന്നോ, അല്ലെങ്കിൽ ഏത് വഴിക്കോട്ട് ഞാൻ സഞ്ചരിക്കണമെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു രീതിയിൽ എന്നെ നേർവഴിക്ക് മാത്രം നടത്തണം, നയിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പൂർണ്ണമായും ആ ഒരു സറണ്ടറിങ് മോഡിൽ എല്ലാ നിമിഷവും നിന്നുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും വരുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ജോലികളെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ആ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒന്ന് ഓർത്തോർത്ത് പറയാനായിട്ടുള്ള നമ്മളുടെ ആ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചിന്താതലത്തിൻ്റെ വിശാലത. അപ്പോൾ അവിടെ ഞാൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിക്കൊണ്ട് പ്രപഞ്ചശക്തിയാണ് എല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സറണ്ടറിങ് മോഡിലേക്ക് നമ്മൾക്ക് എപ്പോഴും നമ്മളെ തന്നെ നിർത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്കൊരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു ജേർണി ഏറെക്കുറെ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇനി മൂന്നാമത്തെ ഒരു സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് എല്ലാം വളരെ ഇൻറ്റൻസ് ആവുക. ഇൻറ്റൻസ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും അതിൻ്റെ അനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് വൈകാരികമായിട്ടുള്ള ഇമോഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ മുന്നിലൊരു കാര്യം വരുമ്പോൾ കാര്യവുമായിട്ട് സംബന്ധിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ കാര്യത്തിനോട് എനിക്കുള്ള ഇഷ്ടം അതിനെയെല്ലാം വെച്ചുകൊണ്ടാണ് അത് എന്നിൽ തന്നെ അത് നിൽക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒന്ന് മറ്റൊരാളിലേക്ക് പോകരുതെന്ന് കരുതിയുള്ള വൈകാരികമായ ചിന്ത കൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാത്തിനെയും ഇമോഷൻസിന് വെച്ച് വർക്കൗട്ട് ചെയ്യാതെ ഇമോഷൻസിനെ വളരെ താഴ്ത്തി വെച്ചുകൊണ്ട് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് എന്താണ് ആ പ്രശ്നം, അതിനെന്താണ് ഡിസിഷൻ എടുക്കേണ്ടത്, എൻ്റെ ഇൻറ്റ്യൂട്ടീവ് ലെവലിൽ എനിക്ക് എന്താണ് തോന്നുന്നത്, ആ ഒരു ലെവലിൽ ഒക്കെ നിന്നുകൊണ്ട് നമുക്ക് നല്ല ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോൾ അതിൻ്റെ ഒരു പെയിനും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സും അല്ലെങ്കിൽ ആ ഒരു പ്രഷറൊന്നും നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കാതെ നമ്മൾ ഹാർട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഒരു റിസീവിങ് മോഡിൽ നിന്നുകൊണ്ട് നമുക്ക് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, പക്ഷേ ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഈ നിമിഷം ഞാൻ എന്ത് ജോലി ചെയ്യുന്നു, ഏത് ലെവലിൽ നിൽക്കുന്നു, അതിൽ നമുക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ വളരെയധികം ഉയർത്തിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഈഗോ ഡെത്ത് അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഏറെക്കുറെ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇനി നാലാമത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ ബീയിങ് ഇൻ സോളിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. നമുക്ക് വീട്ടിൽ ചിലപ്പം ഒറ്റയ്ക്കാവാം, പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ അപരിചിതരാണെങ്കിലും ഒക്കെ നമുക്ക് കണ്ടുമുട്ടുകയും അവരുടെയൊക്കെ എനർജിയിലൂടെയൊക്കെ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് ബീയിങ് ഇൻ സോളിറ്റ്യൂഡ് നടക്കില്ല. പക്ഷേ നമ്മൾ ഏത് ഘട്ടത്തിലൂടെ ഒക്കെ സഞ്ചരിച്ച് പോകുമ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് പല യാത്രകളും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സ്ഥലത്തായിട്ട് പോകുമ്പോഴും ഒക്കെ നമുക്ക് എവിടെ പോയാലും നമ്മളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ റിസർവ് ചെയ്ത് നമ്മൾക്ക് സൂക്ഷിച്ചു വയ്ക്കുകയും അതിലേക്ക് ആരും അങ്ങനെ കയറുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് മാത്രമേ എല്ലാവരെയും നിർത്തുന്നുള്ളൂ അല്ലെങ്കിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു എനർജി ലെവലിന് യാതൊരു ബ്രേക്കേജും ഇല്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു സോളിറ്റ്യൂഡ് രീതിയിൽ ഒക്കെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ എനർജി ഡിസ്ട്രാക്ട് ചെയ്യാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ പലതരത്തിലുള്ള എനർജി വാമ്പേഴ്സ് എന്നെ അങ്ങനെ ഇല്ലാതാക്കി കളയാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ എവിടെയാണെങ്കിലും അത് ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാ നിമിഷവും പ്രപഞ്ചശക്തിയായിട്ടുള്ള നമ്മുടെ സുപ്രീം പേരൻറ് നമ്മളെ എല്ലാവരെയും വാച്ച് ഓവർ ചെയ്യുന്നുവെന്നും അപ്പോൾ ആ ഒരു ശക്തിയിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ ഒരു ശക്തി എന്ന് പറയുന്നത് അങ്ങ് ദൂരെയല്ലിരിക്കുന്നത്, അത് എപ്പോഴും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഈശ്വരീയ ചൈതന്യം ഇരിക്കുന്നതെന്നും അപ്പോൾ ആ ഒരു ശക്തിയെ നമ്മൾ വിശ്വസിക്കുക, നമ്മളെ ഓരോരുത്തരെയും അതിലേറെ വിശ്വസിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നിൽക്കുന്ന സമയത്ത് ഈ തരത്തിൽ ഒറ്റയ്ക്ക് നമുക്ക് കൂട്ടത്തോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മളുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ എനർജി വളരെയധികം പ്രിസർവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ട് വളരെ കാമായി നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്ത് ഏറെക്കുറെ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ബീയിങ് ഇൻ സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് രണ്ടാമതുണ്ടാകുന്ന ഒരു കാര്യമാണ്
നമ്മളുടെ ആ ഒരു സർക്കിൾ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറുതാവും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ ബീങ് ഇൻ സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഈശ്വരീയ ചൈതന്യം എപ്പോഴും നമ്മളുമായിട്ട് അത്രയും ആപ്റ്റായിട്ട് ഈക്വലായിട്ട് നിൽക്കുന്ന വ്യക്തികളെ മാത്രമേ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്ലേസ് ചെയ്ത് തരുള്ളൂ. ബാക്കി നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനും ഒക്കെ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അത് പല രീതിയിൽ നമുക്കൊരു ഇൻഫർമേഷൻ പോലെ ഒക്കെ തന്നിട്ട് അവരിൽ നിന്ന് മാറിപ്പോവുക അല്ലെങ്കിൽ അവരെ ദൂരെ മാറ്റി നിർത്തുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻറ്റ്യൂട്ടീവ് ലെവലിലൊക്കെ തോന്നുമ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് ആരെയും നിൻ്റെ കൂടെ നിർത്തണം, ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള തീരുമാനം നല്ല രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ സഹായം നേടിക്കൊണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആ ഒരു സർക്കിൾ വളരെ സ്മോളാവും. വളരെ കുറച്ച് ആളുകൾ മാത്രമേ നമ്മളുടെ കൂടെ എപ്പോഴും ഇടപഴകി എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈഗോ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ ഈഗോ ഒന്നും എനിക്ക് ആരുമില്ല, അപ്പം എല്ലാവരുമായിട്ടും ആരെയും കാണുമ്പോഴും എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും സാധാരണ ആൾക്കാരെ പോലെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ എന്നുള്ള ഈഗോ ബേസ്ഡ് അപ്രോച്ചിനെല്ലാം നമുക്ക് ഡെത്ത് സംഭവിച്ചുകൊണ്ട് നമ്മളുടെ ചെറിയ സർക്കിളാണെങ്കിലും വലിയ സർക്കിളാണെങ്കിലും ഇനി ആരും ഇല്ലെങ്കിൽ പോലും ആര് നമ്മളുടെ കൂടെയുണ്ട്, പ്രപഞ്ചശക്തി എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്, ഈശ്വരീയ ചൈതന്യം എപ്പോഴും നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ ആ ഒരു ശക്തിയുടെ ആ ഒരു പ്രഭാവത്തിൻ്റെ മുമ്പിൽ ഭൂമിയിലെ മനുഷ്യരൊന്നും ഒന്നുമല്ല എന്നുള്ള സത്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൽ മാത്രം നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നിലോട്ട് ഇറങ്ങി ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ഈശ്വരൻ പറഞ്ഞു വിടുന്നത് മെസ്സഞ്ചർ ഓഫ് ഗോഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്ന പല ആളുകളും നമ്മൾക്ക് ആ ഒരു ഓരോ സമയത്തും നമ്മുടെ മുന്നിൽ വരുന്ന ആ ഒരു ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം മാറ്റുന്ന രീതിയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അത്തരത്തിൽ വളരെയധികം അടിയുറച്ച് വിശ്വസിക്കുക പ്രപഞ്ചശക്തിയെ. ഇനി ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പർപ്പസിലേക്ക് നമ്മൾക്ക് അലൈൻ ആവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ലൈഫ് ടൈമിൽ എനിക്ക് എന്താണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് എൻ്റെ ദൗത്യം, എന്തിനാണ് ഇങ്ങനെ ഒരു മനുഷ്യജന്മം നമ്മൾ ആ ഒരു ജന്മം നൽകി ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ഏത് ദിശയിലേക്ക് പോകണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചോദിക്കുകയും ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ലെവലിൽ നമുക്ക് ഉത്തരം കിട്ടുകയും അല്ലെങ്കിൽ നമ്മൾ ചോദ്യത്തിൻ്റെ ഉത്തരം തേടി പോകുമ്പോൾ വളരെ ആകസ്മികമായിട്ട് ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു ഉത്തരം കിട്ടുകയും അല്ലെങ്കിൽ നമ്പർ പാറ്റേൺ സിൻക്രണസിറ്റീസ് ഒക്കെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഈഗോ ഡെത്തിൻ്റെ ആ ഒരു ഘട്ടം ഏകദേശം തീർന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സൂചനയാണ്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു സൂചന എന്ന് പറഞ്ഞാൽ എല്ലാ നിമിഷവും വളരെ കാമായിട്ടും വളരെ പീസ്ഫുള്ളായിട്ടും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടും ഇരിക്കാൻ സാധിക്കുക. എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വന്നാലും എന്തെല്ലാം ട്രിഗറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് മറ്റുള്ളവർ നമുക്ക് മുൻപിൽ പ്ലേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പ്രപഞ്ചശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ തന്നതിന് കോടാനുകോടി പ്രണാമം. അപ്പോൾ അത്രത്തോളം എൻ്റെ മനസ്സെന്ന് പറയുന്നത് വളരെ ശക്തമാക്കാനും അതുപോലെ എനിക്ക് ആ ഒരു ഓരോ ഓപ്പർച്യൂണിറ്റീസിലും ജീവിതത്തിനോടുള്ള പാഠങ്ങൾ പറഞ്ഞു തരികയും ഒക്കെ ചെയ്യുന്നതിന് ഈശ്വരീയ ചൈതന്യത്തിനോട് നമ്മൾ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക. അങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കാനിരിക്കുന്നുവെന്നോ കഴിഞ്ഞ പാസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. നമ്മളെപ്പോഴും ലിവിങ് ഇൻ ദ പ്രസൻറ്റ് എന്നുള്ള രീതിയിൽ ഈ നിമിഷം ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതെൻ്റെ കഴിവിനനുസരിച്ച് എത്രത്തോളം ഒരു സക്സസ്ഫുൾ മാനറിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അതിലേക്ക് വളരെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പണായിട്ട് റിസീവിങ് മോഡിലേക്ക് നിൽക്കുമ്പോൾ നമ്മളുടെ കഴിവെന്താണെന്ന് അറിയാനും അത് നമ്മൾക്ക് തന്നെ ഒരു അംഗീകാരമായിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞാൽ ഇന്ന ആൾ കൊള്ളാം, ഇന്നിങ്ങനെ ജോലി ചെയ്യും, ഭയങ്കര ക്രിയേറ്റീവ് ഐഡിയാസാണ്, എന്ത് ജോലി ചെയ്താലും പെട്ടെന്ന് ചെയ്തു തരും എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ ഒരു അംഗീകാരമോ വാലിഡേഷനോ ഒന്നും വേണ്ടിയിട്ട് നോക്കി നിൽക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു പ്രപഞ്ചശക്തി നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയും നല്ല റിസൾട്ട് കിട്ടുകയും ഒക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും വളരെ പീസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മളുടെ മുന്നിൽ എത്ര ഒരു ഡ്രാമാറ്റിക് രീതിയിൽ നമ്മൾ ഇമോഷൻസിനെ റോളർ കോസ്റ്റർ പോലെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് എല്ലാമാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിലും
ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ ഒരു പ്രഭാവവും ഒരു അനുഗ്രഹവും കൊണ്ട് എല്ലാ നിമിഷവും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആ ഒരു ശക്തി സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുക. ഈഗോ എന്ന് പറയുന്നതിന് കംപ്ലീറ്റ് ഡെത്ത് വന്നു, അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്ന് പറയുന്ന ജേണിയുടെ ഏകദേശം അവസാനം എത്തിച്ചേർന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചിന്താതലത്തിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ പീസ്ഫുള്ളായിട്ട് എന്ത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അതിനെല്ലാം പോസിറ്റീവ് ആക്കിക്കൊണ്ട് ആ ഒരു അപ്രോച്ചിൽ നിന്നുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. എപ്പോഴും പ്രപഞ്ചശക്തിയോട് മാത്രം നമ്മൾ വളരെയധികം വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങുക. നമ്മൾക്ക് നമ്മളുടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അബണ്ടൻസ്, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മളുടെ ചുറ്റിനും നമുക്ക് ഏറ്റെടുക്കേണ്ട അല്ലെങ്കിൽ എനിക്ക് നേടിയെടുക്കേണ്ട റിസോഴ്സസിനെ കുറിച്ച് ഒന്നും നമ്മൾ ബോധവടാവാതെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരീയ ചൈതന്യത്തിനെ എപ്പോഴും കെടാതെ നമ്മൾ സൂക്ഷിക്കുകയും നമ്മളുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് അങ്ങ് കൊണ്ടും എത്തിക്കാനായിട്ടുള്ള എല്ലാ ശക്തിയും തരണേ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും മുന്നോട്ട് ജീവിക്കുകയും നമ്മളുടെ അടിയുറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.